10ാം ക്ലാസ്സിലെ 8ാം ചാപ്റ്റർ ആയിട്ടുള്ള കാർബണിക രസതന്ത്രം എന്ന ചാപ്റ്റർ ഒന്ന് പഠിക്കാം. അപ്പോൾ ആദ്യം പറയട്ടെ, ഇത് മലയാളം മീഡിയം കുട്ടികൾക്കുള്ള ക്ലാസ്സാണ്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കുള്ള ക്ലാസ് വേറെയാണ് കേട്ടോ. ഇതിൻ്റെ ചാനൽ തന്നെ വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാർബണിക രസതന്ത്രം പേര് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഈ ചാപ്റ്ററിൽ നമ്മൾ ആരെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്? കാർബണിനെ കുറിച്ചിട്ട്. കാർബൺ ആളൊരു നിസ്സാരണക്കാരനല്ല, ആൾ ഭയങ്കര സൂപ്പറാണ്. നമ്മുടെ ചുറ്റുപാടും എന്ത് നോക്കിയാലും ഏതൊരു വസ്തു നമ്മൾ എടുത്താലും അതിലൊക്കെ മെയിനായിട്ട് മിക്കപ്പോഴും എന്തുണ്ടായിരിക്കും? കാർബൺ. നമ്മൾ ചുറ്റുപാടുള്ളതൊക്കെ എന്താണ്? കാർബണിൻ്റെ സംയുക്തങ്ങളിൽ പലതും ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും ഇത്രയ്ക്കും കൂടുതലുള്ള ഈ കാർബണിനെ കുറിച്ച് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാർബണിക രസതന്ത്രം എന്നുള്ളത് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ പേജ് നമ്പർ 154 ചെറിയൊരു കാർബണിനെ കുറിച്ച് നമുക്ക് കാർബൺ പ്രതീകം, അതിൻ്റെ ആറ്റോമിക് നമ്പർ, ഇലക്ട്രോൺ വിന്യാസം, സംയോജകത, ഇത് മൂന്നും എഴുതാൻ നമുക്ക് ഒരു കോളം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ആദ്യം എഴുതി നോക്കാം. അപ്പോൾ ആദ്യം കാർബണിൻ്റെ പ്രതീകം. കാർബണിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? സി ആണ് അല്ലേ ഇംഗ്ലീഷ് എഴുതുമ്പോൾ. അപ്പോൾ ആ സി ആണ് ഇവിടുത്തെ കാർബണിൻ്റെ പ്രതീകം. എന്താണ്? സി ആണ്. ഇനി കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ എന്താ അറിയോ? ഈ സിയിൽ തന്നെ നമുക്ക് ആറ്റോമിക് നമ്പർ എഴുതാം. ആദ്യം സി എഴുതി, സീൻ എങ്ങനെ വളച്ച് 6 ആക്കി. അപ്പോൾ കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 6 ആണ് കേട്ടോ. അപ്പോൾ സി 6 ഒരുപോലെ അല്ലേ, നമുക്ക് അങ്ങനെ ഓർമ്മിച്ച് വയ്ക്കാം. ഇനി ഇലക്ട്രോൺ വിന്യാസം. എന്താണ് ഈ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറഞ്ഞാൽ? ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. ആദ്യം കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ എത്ര? നമ്മൾ 6 ആണ് പറഞ്ഞത് അല്ലേ. ഈ 6 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ പറയുക? കാർബണിൽ 6 പ്രോട്ടോൺസ് ഉണ്ട്. പ്രോട്ടോൺ ഞാൻ പീന് എഴുതണേ. 6 ന്യൂട്രോൺസ് ഉണ്ട്, 6 ഇലക്ട്രോൺസ് ഉണ്ട്. ഇത് മൂന്നും കൂടി ചേർന്നതാണ് നമ്മുടെ കാർബണിലുള്ളത്. ഇനി കാർബണിൻ്റെ നമ്മൾക്ക് ഇങ്ങനെ കാർബൺ വരയ്ക്കാൻ നോക്കുമ്പോൾ അപ്പോൾ ഇത് കാർബണിൻ്റെ ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കാം. ന്യൂക്ലിയസിൻ്റെ അകത്താണ് ഇവർ രണ്ടുപേരും ഉള്ളത്. അതായത് 6 പ്രോട്ടോൺ ഉണ്ട്, 6 ന്യൂട്രോൺ എവിടെ ഇരിക്കുന്നത്? ന്യൂക്ലിയസിലാണ്. ഇനി ഇലക്ട്രോൺസ് അകത്തിരിക്കൊന്നുമില്ല, പുറത്തു കൂടി നിങ്ങളെ പോലെ ഇങ്ങനെ ഓടി കളിക്കുകയാണ്. ആരുടെ പണി? നമ്മുടെ ഇലക്ട്രോൺസിൻ്റെ പണി. അപ്പോൾ ഇത് ആറ്റത്തിൻ്റെ ഒരു ഫസ്റ്റ് റൂമാന്ന് വിചാരിക്കുക കേട്ടോ. ആ ഫസ്റ്റ് ഷെല്ല് എന്നാ പറയാം. ആ ഷെല്ലിൽ ഇനി എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ ഈ ഫസ്റ്റിൽ കുറച്ച് ചെറിയതാണ്, ഈ ചെറിയ ഷെല്ലാണ്, ചെറിയ റൂമാന്നൊക്കെ വിചാരിക്കാം. അവിടെ 2 ഇലക്ട്രോൺസിൻ്റെ മാത്രമേ ഇവിടെ കൊള്ളുള്ളൂ. ഇനി ഇവിടെ കൊള്ളില്ല. അടുത്ത റൂമിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ 2 ആണെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവും? 2 കഴിഞ്ഞ 4 അല്ലേ 6 ആവാൻ. ആ 4 ഈ 1 2 3 4 ഈ 4 ആൾ എന്തുണ്ട്? അടുത്ത ഷെല്ലിലുണ്ട്. ഇത്രയും മനസ്സിലാക്കുക. ഇനി ഏതൊരു മൂലകം എടുത്താലും അവർ സ്റ്റേബിൾ ആവാൻ, അവർക്ക് ഇങ്ങനെ സുഖമായിട്ടിരിക്കാൻ, അവർക്ക് എപ്പോഴും സ്വസ്ഥത കിട്ടുക എപ്പോഴാണെന്നറിയോ? അവർക്ക് ബാഹ്യതമ ഷെല്ലിൽ അവർക്ക് 8 ഇലക്ട്രോൺസ് ആവണം. അപ്പോഴാണ് അവർക്ക് ഹാപ്പി ആവാം. ഇവിടെ കാർബൺ ഹാപ്പി ആണോ? അല്ല. കാരണം കാർബണിന്റെ പുറത്തിരിക്കുന്ന ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ എത്രയാണ്? 4 ഇലക്ട്രോണേ ഉള്ളൂ അല്ലേ. ഇനി കാർബൺ ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് കാർബണിന് എത്ര ഇലക്ട്രോൺസും കൂടി വേണം? 4 ഇലക്ട്രോൺസും കൂടി ആവശ്യമാണ് അല്ലേ. നമ്മള് എത്ര ഇലക്ട്രോൺ? 8 ഇലക്ട്രോൺസ് ആണ് എന്ത് വേണ്ടത്? നമ്മുടെ ഒക്ടറ്റ് പൂർത്തിയാക്കാൻ. അതായത് ഇവിടെ ഇവർക്ക് സ്റ്റേബിൾ ആവും വേണ്ടത്. പക്ഷെ ഈ 8 ഇപ്പോൾ ഒരു 7 ഒരു 6 ഒരു 5 ഒക്കെ ആണ് എന്ത് ചെയ്യും? ഇവിടെ 7 അല്ലെങ്കിൽ ഇവിടെ ഒരു 5 ഉണ്ട് അല്ലെങ്കിൽ 6 ഉണ്ട്, എന്ത് ചെയ്യും? അവരാരെങ്കിലും ഇങ്ങോട്ട് വാങ്ങിക്കും. 2 ഇലക്ട്രോൺ ആരെങ്കിലും തരുമോ? ഒരു ഇലക്ട്രോൺ തരുമോ? എനിക്ക് 8 പൂർത്തിയാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരാരെങ്കിലും വാങ്ങിക്കുക ചെയ്യാം. ഇനി പുറത്തിരിക്കുന്നത് ഈ ബാഹ്യതമ ഷെല്ലിൽ 1 2 3 ഒക്കെ ആണ് എന്താ ചെയ്യുക? അവർ ഉള്ളതിനെ നമുക്ക് കളയും. അങ്ങോട്ട് നിങ്ങൾ പോയിക്കോ, എനിക്ക് വേണ്ട, ഞങ്ങളൊന്ന് സ്റ്റേബിൾ ആയിട്ടോ എന്നിട്ട് കളയും. പക്ഷെ നമ്മുടെ കാർബണിൻ്റെ കേസിൽ ഇവിടെ 4 ആണ്. വാങ്ങിക്കാനും വയ്യ, ഇങ്ങോട്ട് ഉള്ളതാണ് കൊടുക്കാനും പറ്റില്ല അല്ലേ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ആരിയ്ക്കണത്? നമ്മുടെ കാർബൺ ഇരിക്കണത്. അപ്പോൾ കാർബൺ എന്താ ചെയ്യാന്നറിയോ? കാർബണ് ഷെയറിങ്ങിന് വിളിക്കും. ആരെങ്കിലും എനിക്ക് ഷെയർ ചെയ്ത് തരുമോ? ഒരു 4 ഇലക്ട്രോൺസ് ആരെങ്കിലും തരുമോ എന്ന് ചോദിച്ചിട്ട് ഷെയറിങ്ങിന് വിളിക്കും. അപ്പോൾ ആ ഷെയറിങ്ങിന് പറഞ്ഞാൽ ആ ഒരു ബോണ്ടാണ്. അതിന് നമുക്ക് പറയാം എന്താണ്? സഹസംയോജക ബന്ധനമാണ് ഇവിടെ ഉള്ളത്. എന്താണ്? സഹസംയോജക ബന്ധനം. അപ്പോൾ എത്രണ്ണം വേണം? ഇവർക്ക് സ്റ്റേബിൾ ആവാൻ എത്ര കൂടി വേണം? 4 എണ്ണം കൂടി വേണം അല്ലേ. അതാണ് നമ്മുടെ ഇലക്ട്രോൺ വിന്യാസത്തിൽ നമുക്ക് എഴുതാം 2 6. ആദ്യത്തെ ഷെല്ലിൽ 2, പുറത്തെ ഷെല്ലിൽ 6. അതാണ് ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം. അപ്പോൾ നമുക്ക് എഴുതാം
അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എങ്ങനെ എഴുതാം? 2, 6 എഴുതി. ഈ സംയോജകത എത്ര കിട്ടണം? അവർക്ക് സ്റ്റേബിൾ ആവാൻ, അവർക്ക് ഇതാകാൻ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ 4 കൂടി വേണം. അപ്പോൾ അവൻ്റെ സംയോജകത എത്രയാണ്? 4 അപ്പോൾ നമ്മൾ ആ കോളം കഴിഞ്ഞു അല്ലേ. ഇനി അടുത്ത് നമുക്ക് അവിടെ പഠിക്കാനുള്ളത് എന്താണ് അറിയോ? ഹൈഡ്രോ കാർബണുകൾ. എന്താണ് ഹൈഡ്രോ കാർബണുകൾ നമുക്ക് നോക്കാം. ഈ നമ്മൾ പറഞ്ഞു ഈ കാർബൺ എന്താ ചെയ്യുക? ഷെയറിംഗ് ആണ് അല്ലേ. അപ്പോൾ ഈ ഷെയറിങ്ങിന് ആരെ കിട്ടുക നോക്കുമ്പോൾ എപ്പോഴും കാർബണിന്റെ ചങ്കായിട്ട് എപ്പോഴും കൂടെ നിൽക്കുന്ന ആളാണ് നമ്മൾ ഹൈഡ്രജൻ. അങ്ങനെ ഹൈഡ്രോ കാർബൺ പേര് കേൾക്കുമ്പോഴേ അറിയാം അവിടെ ഹൈഡ്രജനും ഉണ്ട് കാർബണും ഉണ്ട്. അവർ തമ്മിലൊരു ബന്ധമാണ് ഹൈഡ്രോ കാർബണുകൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയണത്. അപ്പോൾ ഹൈഡ്രോ കാർബണിൽ ഹൈഡ്രജനും ഉണ്ട് കാർബണും ഉണ്ട്. ഇനി നിങ്ങൾ ടെക്സ്റ്റിൽ ഒരാളുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, പേജ് നമ്പർ 154 തന്നെ. ഇതാ ഇങ്ങനെ കാർബണിന്റെ കൂടെ 4 ഹൈഡ്രജൻസ് ഇങ്ങനെ കൈകോർത്തിരിക്കാന്ന് വിചാരിക്കാം. നമ്മൾ പറഞ്ഞു കാർബണിന് എത്ര എണ്ണം വേണം? അവർക്ക് സംയോജകത 4 പറഞ്ഞു അല്ലേ. ഇനി 4 വേണം. അപ്പോൾ ഈ ഹൈഡ്രജന്റെ കയ്യിൽ എത്രയുണ്ടത്? ഹൈഡ്രജൻ ആകെ ഇത്തിരി കുഞ്ഞനാണ്, ആകെ ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ഒരു കുഞ്ഞാപ്പിയാണ് ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജൻ എന്ത് ചെയ്യുക? ഹൈഡ്രജൻ ഇതാ ഇവിടെ കാർബൺ ഇവിടെ നിന്ന് ഷെയർ ചെയ്യും. അപ്പോൾ ഈ കാർബൺ പുറത്തേക്ക് 4 കൈകളാണെന്ന് വിചാരിക്കാം. ഈ 4 കൈകൾ ആരെങ്കിലും പിടിക്കാൻ വേണം. അപ്പോൾ ഈ ഹൈഡ്രജൻ നോക്ക്, 4 ഹൈഡ്രജൻ വന്നിട്ട് കാർബണിന്റെ ഈ 4 കൈയിലാണ് പിടിച്ചെന്ന് വിചാരിക്കാം. അപ്പൊ എന്തായി? കാർബണിന് സംതൃപ്തിയായി അല്ലേ. അപ്പോൾ നമുക്ക് പറയാം, ഈ നോക്ക് ഇവിടെ ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ചിത്രം 8.1 പറയണത്. അപ്പോൾ അവിടെ ഒരു ഓർഗാനിക് സംയുക്തത്തിന്റെ ഘടന നൽകിയിട്ടുണ്ട്. നിങ്ങളോട് ചോദിക്കുന്നത് ഈ സംയുക്തത്തിലെ ഘടക ആറ്റങ്ങൾ ഏതെല്ലാം? കാണുമ്പോഴേ അറിയാം അവിടെ കാർബണും ഹൈഡ്രജനും ആണ് ഇരിക്കണേ അല്ലേ. അപ്പൊ ഇവിടുത്തെ ഘടക ആറ്റങ്ങൾ ഏതാണ്? കാർബണും ഉണ്ട്, അതുപോലെ ഹൈഡ്രജനും ഉണ്ട്. അടുത്ത ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? കാർബൺ ഹൈഡ്രജൻ ബന്ധനത്തിന്റെ പ്രത്യേകത എന്താണ് പ്രത്യേകത? ഇവര് നമ്മൾ പറഞ്ഞു നേരത്തെ ഇവരെന്താണ്? ഇവര് ഷെയറിംഗ് ആണ് പറഞ്ഞല്ലേ. അത് നമ്മൾ എന്താ പറയാന്നറിയോ? സഹസംയോജക ബന്ധനം. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? സഹസംയോജക ബന്ധനാണ്. ഇനി നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങുന്ന മറ്റു സംയുക്തങ്ങൾ നിങ്ങൾക്ക് അറിയാമോ? ഇതുപോലെ 2 കാർബണും 3 കാർബണൊക്കെ ആയിട്ട് നമുക്ക് ഇഷ്ടംപോലെ എഴുതാൻ പറ്റും. ഇതാ ചാപ്റ്റർ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സംയുക്തങ്ങൾ നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റും കേട്ടോ. ഇനി ഇതാ താഴെ അടുത്ത ആളെ തന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നിരിക്കുന്നത് 2 കാർബൺ ഉണ്ട്. ഇനി ഈ കാർബണിന്റെ 3 ഈ കാർബണ് 3 അപ്പോൾ നോക്ക് ഇതെന്താണ്? ഇവിടെ ഈ കാർബൺ ഓരോ കാർബണും 4 കൈകളുണ്ട്. ഈ കാർബണിന്റെ 4 കൈ 1 2 3 4. ഇതുപോലെ ഈ കാർബണിന് ഇത് ഒന്നിങ്ങോട്ട് കൊടുത്താണ് ഒന്നും ഇങ്ങോട്ടും കൊടുത്തു. അപ്പൊ പിടിച്ചപ്പോൾ ഒന്നായി തോന്നുകയാണ്. അപ്പൊ ഇതിന് 4 ഇങ്ങനെ പിടിക്കും, ഇതിന് 4 അങ്ങനെ വെക്കുമ്പോൾ ഇതിന് 4. അപ്പോൾ ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ അല്ലേ. ഇനി അടുത്ത അവിടെ തന്നെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. 2 കാർബൺ ആണ്, പക്ഷെ 2 കൈയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും 2 കൈയും ഈ കാർബൺ ഇങ്ങോട്ട് കൊടുത്തു, ഇവർ 2 കൈ ഇങ്ങോട്ട് പിടിച്ച്. ഇനി അപ്പൊ ബാക്കി എത്ര? ഈ കാർബൺ 2 കഴിഞ്ഞു. ഇനി എത്ര കൈ ഉണ്ടാവുക? 2 കൂടി. അപ്പൊ എത്രയായി? 1 2 3 4 ആയി അല്ലേ. ഇനി പിടിക്കണം 1 2 3 4 അല്ലേ. അപ്പൊ 4 ആയി മതി. ഇവിടെ 2 കൈ ഒരാൾക്ക് കൊടുത്തോ 3 കൈ ഒരാൾക്ക് കൊടുത്തോ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഒരു കാർബണിന്റെ ആവശ്യം എന്താണ്? അയാൾക്ക് 4 ഇലക്ട്രോൺ ഷെയർ ചെയ്യും. നമ്മുടെ സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ടിൽ വേണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് 4 ആയി. ഇനി അടുത്തത് എങ്ങനെയാണ്? 2 സി ഉണ്ട്, അതിൻ്റെ ഇടയിൽ 1 2 3 3 കൈയും ഒരാൾക്ക് തന്നെ കൊടുത്തു. അപ്പൊ പരസ്പരം തൃപ്തിയായി. ഇനി എന്താണ്? ഒന്നും കൂടിയുള്ളൂ ബാക്കി. അതൊക്കെ കൂടി ഓരോന്നും ആയാലും എന്താണ്? ഇവര് അവർക്ക് എല്ലാം ആയില്ലേ, 4 കിട്ടിയില്ലേ. അപ്പോൾ ഇനി അവിടെ നോക്കുക, കാർബൺ ആറ്റങ്ങൾക്കിടയിലെ ബന്ധനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എന്താ പ്രത്യേകത? അവരെപ്പോഴും എന്താണ്? സഹസംയോജക ബന്ധനാണ് ഉണ്ടാവുക അല്ലെ. സഹസംയോജക ബന്ധനാണ് പറയാം. ഇനി അവിടെ നമുക്ക് അപ്പൊ പറയാം കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയ സംയുക്തങ്ങളാണ് എന്ത്? ഹൈഡ്രോ കാർബണുകൾ. അപ്പോൾ ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ ഇവിടെ കാർബണും ഹൈഡ്രജനും മാത്രമാണ് ഉണ്ടാവുക. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. ഇവിടെ കാർബണിന്റെ സംയോജനം 4 കൊണ്ട് 4 ആൾക്കാര് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടാൻ കാർബൺ ആവശ്യമാണ്. അത്രയാണ് ഇവിടെ മനസ്സിലാക്കിയത്. ഇനി അടുത്ത് നമുക്ക് പൂരിത ഹൈഡ്രോ കാർബണുകളാണ് പഠിക്കേണ്ടത്. പൂരിത ഹൈഡ്രോ കാർബൺ നമുക്ക് നോക്കാം. നിങ്ങൾ കൂടെ ടെക്സ്റ്റ് വെക്കണേ. പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ടെക്സ്റ്റിലും ആ പിക്ചേഴ്സും ഒന്നും കൂടി നോക്കാം. അപ്പോൾ പേജ് നമ്പർ 155 കേട്ടോ. പൂരിത ഹൈഡ്രോ കാർബൺ. അവിടെ ഫസ്റ്റ് എന്ത് തന്നിട്ടുണ്ട്? നമ്മൾ ഇതേപോലത്തെ ഈ ആണ് വീണ്ടും ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ ആളെ വരയ്ക്കാം. C 4 എണ്ണത്തിനും 4 ഹൈഡ്രജനോട് ഇങ്ങനെ അടിക്കുന്നത്. ഇതിന്റെ പേരെന്താ അറിയോ? മീഥെയിൻ. എന്താ പേര്? മീഥെയിൻ. അപ്പോൾ ഇനി ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇതിന്റെ തന്മാത്രാ സൂത്രം ഒന്ന് എഴുതാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്.
തന്മാത്രാ സൂത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട് എന്ന് എഴുതാനാ പറഞ്ഞത്. എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബണേ ഉള്ളേ. C1 ആണ്. H എത്ര ഉണ്ട്? 1 2 3 4 ഉണ്ട്. H4. അപ്പൊ ഈ 1 നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ ഹരണവും ഗുണനവും ഒക്കെ ഉണ്ടാകുമ്പോൾ 1 ഇടാറില്ലല്ലോ. 1 ഇൻറ്റു വരുമ്പോൾ 1 തന്നെ നമുക്ക് അതിന്റെ പ്രത്യേകിച്ച് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ CH4 ഇതാണ് നമുക്ക് ഇതിന്റെ എന്തുള്ളത്? ഇതിന്റെ മീഥെയിന്റെ തന്മാത്രാ സൂത്രമാണ്. ഇനി ഇതിലെ സഹസംയോജക ബന്ധനം ഏത് തരത്തിലാണ്? ഇവിടെ നോക്ക്, ഇവിടെ ഒരു ഇതാണല്ലേ. നോക്ക്, ഇവിടെ 2 ലൈൻ ഉണ്ട് അല്ലെ. ഇവിടെ നോക്ക്, ആകെ ഒന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇത് എന്താണ്? ഏകബന്ധനാണ്. എന്താണ് ഇവിടുത്തെ സഹസംയോജക ബന്ധനം? എങ്ങനെയുള്ളത്? ഏകബന്ധനം. അപ്പൊ ഇവിടുത്തെ ബന്ധമാണ് ഏകബന്ധനം. ഇനി അതേപോലെ അതിന്റെ താഴെ വേറൊരാളുടെ ഫോട്ടോ തന്നിട്ടുണ്ട്. എങ്ങനെയാ തന്നത്? 2 കാർബൺ. ഇനി ഇവിടെ 1 2 3 1 2 3 ആണ് ഹൈഡ്രജൻ. എന്താ ഇങ്ങനെ തന്നിട്ടുണ്ടല്ലേ. ഇതിന്റെ പേരെന്താരോ? ഈഥെയിൻ. നേരത്തെ ഒരു കാർബൺ ഉണ്ടാകുമ്പോൾ മീഥെയിൻ. ഇതെന്താണ്? ഈഥെയിൻ. ഇനി ഈ ഒരു സംയുക്തത്തിന്റെ ഈഥെയിന്റെ തന്മാത്രാ സൂത്രം ഒന്ന് എഴുതി നോക്കാം. തന്മാത്രാ സൂത്രം പറഞ്ഞാൽ എത്ര കാർബൺ, എത്ര ഹൈഡ്രജൻ. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 2. അപ്പോ C2 എഴുതി. ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട്? 1 2 3 4 5 6. അപ്പോ H6. ഇതാണ് എന്ത്? ഈ ഒരു സംയുക്തത്തിന്റെ തന്മാത്രാ സൂത്രം. മനസ്സിലായോ? ഇനി ഇതിനെ നമുക്ക് വേറെ രീതിയിലും കൂടി എഴുതാം. ഈ ഈഥെയിനെ അല്ലെങ്കിൽ മീഥെയിനെ നമുക്ക് വേറെ രീതിയിലും കൂടി എഴുതാം. എങ്ങനെയാന്ന് എഴുതാന്നറിയോ? നമുക്കിതിനെ ഫസ്റ്റ് നോക്ക്. ഇതാ ഇവിടെ ആദ്യത്തെ കാർബണിന്റെ കൂടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ആദ്യത്തെ കാർബൺ മാത്രം നോക്കാട്ടോ. അപ്പോൾ ഈ കാർബണിന്റെ കൂടെ 1 2 3 കാർബൺ 3 ഹൈഡ്രജൻ അല്ലേ. അപ്പൊ നമുക്ക് ഒരു കാർബൺ 3 ഹൈഡ്രജൻ. എന്നിട്ട് അവർ തമ്മിൽ ഈ ബന്ധനം എങ്ങനെയാണ്? ഒരു ലൈനുള്ളൂ അല്ലേ. ഒരു ലൈൻ ഇട്ടു. വീണ്ടും ഇവിടെ എന്താണ്? ഒരു കാർബൺ 3 ഹൈഡ്രജൻ. അപ്പോൾ CH3. ഇങ്ങനെ വേണമെങ്കിൽ ഇതിനിങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതണം. ഇത് തന്മാത്രാ സൂത്രമാണ്. ഈ എഴുതിയത് C2H6 തന്മാത്രാ സൂത്രമാണ്. CH3 എഴുതിയത് എന്താണ്? ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല. എന്താ പറയുക? കണ്ടൻസ്ഡ് ഫോർമുല. അപ്പോ കണ്ടൻസ്ഡ് ഫോർമുല എന്താണ്? തന്മാത്രാ സൂത്രം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നിങ്ങളുടെ ടെക്സ്റ്റില് പേജ് നമ്പർ 156 ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊന്ന് ജസ്റ്റ് ചെയ്തു നോക്കാം. അപ്പൊ ടേബിളില് ഫസ്റ്റ് ഒന്നാമത്തത് ഹൈഡ്രോ കാർബണിന്റെ ഘടന. ഫസ്റ്റ് വൺ ഒരു കാർബൺ ആവുമ്പോൾ ഒരു കാർബണ് 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഹൈഡ്രജൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാർബൺ 4 ഹൈഡ്രജൻ. അപ്പോൾ ഇവിടുത്തെ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? CH4. നമുക്ക് കണ്ടൻസ്ഡ് ഫോർമുല ഇങ്ങനെ എഴുതണം. ഇനി കൂടെ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇത് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടുത്തെ തന്മാത്രാ സൂത്രവും ഇതിന്റെ എന്താണ്? എത്ര കാർബണാണ്? ഒരു കാർബൺ 4 ഹൈഡ്രജൻ. അപ്പൊ ഇത് രണ്ടും ഇവിടെ സെയിം ആയിട്ടാണ് വന്നത്. ഇതെന്താണ്? ഇത് കണ്ടൻസ്ഡ് ഫോർമുല, ഇത് ഇതിന്റെ തന്മാത്രാ സൂത്രം. ഇനി അടുത്തത്, അപ്പോൾ ഒരു കാർബൺ ഉണ്ടാകും. ഇനി അടുത്ത കേസിൽ രണ്ടാമത്തെ കേസ് 2 കാർബൺ. അപ്പോൾ 2 കാർബൺ വരച്ചു. ഇനി എന്ത് ചെയ്യണം? ഇയാൾക്ക് ഒരു കൈ ഇങ്ങോട്ട് കൊടുത്താൽ ബാക്കി 3 ഇവിടെ ഉണ്ടാവും, ഇവിടെ 3 ഉണ്ടാവും അല്ലേ. എല്ലാ സ്ഥലത്തും എന്താണ്? ഹൈഡ്രജൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിന്റെ കണ്ടൻസ് ഫോർമുല എഴുതണം. അപ്പൊ നമ്മൾ ഇവിടെ എഴുതിയിട്ട് സെയിം ആളാണ് ഇവിടെ അല്ലേ. ഫസ്റ്റ് കാർബൺ എടുക്കും. ഒരു കാർബൺ, അതിന്റെ കൂടെ 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ CH3. ഇനി അടുത്ത ആളിന് ഈ ലൈൻ ഇതേപോലെ ഇവിടെ ഇട്ടു. എന്നിട്ട് അടുത്ത കാർബണ് 3 ഹൈഡ്രജൻ. അപ്പോൾ CH3. അപ്പോൾ CH3 വരും. ഇനി അതിന്റെ തന്മാത്രാ സൂത്രം എഴുതുകയാണെങ്കിൽ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ആണ്. അപ്പൊ C2 എഴുതി. എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെ 3, ഇവിടെ 3. 3 6 ഹൈഡ്രജൻ. അപ്പോൾ C2H6 ആയി. മനസ്സിലാവണുണ്ടോ? ഇനി അടുത്ത ആള് 3 കാർബണിലെ ആള്. 3 കാർബണാണ്. 1 2 3 3 കാർബൺസ് ആണുള്ളത്. ഇനി 3 കാർബൺ ഉണ്ടത് എങ്ങനെ വരിക? ഇവിടെ ഇപ്പൊ ഈ കാർബൺ 4 ഇനി നോക്ക്, ഈ നടുവിലിരിക്കേണ്ട കാർബണ് ഒരു കൈ ഇങ്ങോട്ടും ഒരു കൈ ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി എത്ര ഉണ്ടാവുള്ളൂ? ഇനി 2 ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പൊ അതൊന്ന് ഇങ്ങനെ വന്നു. ഇനി ഈ കാർബൺ 1 ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, ബാക്കി 3. അപ്പോൾ എല്ലാ കാർബൺസും 4 അപ്പോൾ ഞാനിവിടെ H എഴുതുന്നില്ല, ഇവിടെ H ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആൾക്ക് ഇനി വേണം H എഴുതാം, നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ കണ്ടൻസ് ഫോർമുല എഴുതിയേക്കാം. അപ്പോൾ ഇതിന് ബാക്കി ഫസ്റ്റത്തെ അല്ലാത്ത ബാക്കിയൊക്കെ ഉണ്ട് മറച്ചു വയ്ക്കാം. അപ്പോൾ ഒരു കാർബൺ 3 ഹൈഡ്രജൻ. അപ്പോൾ CH3. ഇനി അടുത്ത ആള് രണ്ടാമത്തെ ആളെ നോക്ക്. രണ്ടാമത്തെ ആൾക്ക് ഒരു കാർബൺ ഉണ്ട്, അതിന്
താഴേക്ക് മേലേക്കും താഴേക്കും ഓരോ ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അവിടെ എത്ര ഹൈഡ്രജൻ? ഒരു കാർബൺ 2 ഹൈഡ്രജൻ അല്ലേ ഇയാൾക്കുള്ളൂ. അപ്പോൾ അവിടെ എന്ത് എഴുതാം? ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ലൈൻ ഇട്ടിട്ട് CH2 എഴുതാം. ഇനി മൂന്നാമത്തെ നോക്കുക, CH3 ഉണ്ട്. അപ്പോൾ CH3 മനസ്സിലാവുണ്ടോ? ഇനി ഇതിന്റെ തന്മാത്രാ സൂത്രം എങ്ങനെയാണ്? 3 കാർബൺസ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് C3 എന്ന് എഴുതാം. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 3 2 5 5 3 8. അപ്പോൾ H8 വന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്ത കേസ് 4 കാർബൺ ഉള്ള 4 കാർബണിന്റെ കേസാണ്. അപ്പൊ നമുക്ക് 4 കാർബൺസ് ഒന്ന് എഴുതി വെക്കാം. 1 2 3 4. ഇനി എന്ത് ചെയ്യുക? എല്ലാ കാർബൺസിനും 4 കയ്യിൽ ആരും പിടിക്കാൻ വേണം. അപ്പോൾ ഈ കാർബൺ ഒരു കൈ ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതാ അപ്പോൾ 4 എണ്ണമായി. ഇനി ഈ കാർബൺ ഒരു കൈ ഇങ്ങോട്ടും ഒരു കൈ ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി 2 ഇങ്ങനെ. ഇതിന് അതേപോലെ ഒന്നിങ്ങോട്ടും ഇനി ഒന്നിങ്ങോട്ടും ഇങ്ങോട്ട്. ഇതിന് ഒന്നേ ഉള്ളൂ. അപ്പോൾ 1 2 3. അപ്പോൾ ഇതാ ഇങ്ങനെ വന്നു. ഇനി നമുക്ക് ഇതിന്റെ കണ്ടൻസ് ഫോർമുല എഴുതി നോക്കാം. ഫസ്റ്റ് ബാക്കി എല്ലാവരും മറച്ചു വയ്ക്കുക. ഫസ്റ്റ് മാത്രം എടുത്തു. CH3 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതേപോലെ CH3 എഴുതി. അടുത്ത രണ്ടാമത്തെ കേസിൽ ഒരു കാർബൺ ഉണ്ട്, 2 ഹൈഡ്രജനേ ഉള്ളൂ. ഇപ്പുറത്തേക്കും കാർബൺ ഉണ്ട്. അപ്പോൾ ഈ കാർബണിന്റെ കൂടെ 2 ഹൈഡ്രജനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ CH2 എഴുതി. അടുത്ത മൂന്നാമത്തെ കേസിലും ഇതേപോലെ തന്നെയാണ്. ഇവിടെ ഒരു കാർബൺ താഴേക്കും മേലേക്കും ഓരോ ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ CH2 ആണ് വീണ്ടും. ലാസ്റ്റ് എന്താണ്? നാലാമത്തെ കാർബൺ എന്താണ്? ഇവിടെ 1 2 3 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ CH3. അപ്പോൾ CH3 CH2 CH2 CH3. ഇനി ഇതിന്റെ തന്മാത്രാ സൂത്രം എഴുതുമ്പോൾ ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ആണ്. അപ്പോൾ C4. ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 3 2 5 5 2 7 7 3 10. അപ്പോൾ H10 കിട്ടി. C4 H10 ആണ്. ഇനി അടുത്തത് 5ഉം 6ഉം കേസിലും കൂടി നമുക്ക് എഴുതണം. അപ്പോൾ 5 കാർബൺ ഉണ്ടാകുമ്പോൾ 1 2 3 4 5. നേരത്തെ പോലെ തന്നെ ഈ കാർബൺ ഒന്നേ ഇങ്ങോട്ടുള്ളൂ. അപ്പോൾ 1 2 3. ഈ കാർബൺ 2 ഇവിടെ ഉണ്ട്. അപ്പോൾ 3 4. ഈ കാർബണും 1 2 ഉണ്ട്. 3 4. ഈ കാർബണും 2 ഉണ്ട്. 3 4. ഈ കാർബൺ ആകെ ഒന്നേ ഉള്ളൂ. അപ്പോൾ 1 2 3. മനസ്സിലാവുന്നുണ്ടോ? സിമ്പിൾ ആണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ H വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇനി ഇതിന്റെ കണ്ടൻസ് ഫോമുല എഴുതിയേക്കാം. ആദ്യത്തെ ആള് C പിന്നെ H3. ആദ്യത്തെയും അവസാനത്തെയും മാത്രം CH3, ബാക്കിയൊക്കെ CH2 ആവും. ഇവിടെ ഈ 3 എണ്ണത്തിലും എന്താണ് 2 ഹൈഡ്രജൻസേ ഉള്ളൂ. ഈ ഫസ്റ്റത്തെയും ഈ ലാസ്റ്റത്തെയും എന്താണ്? CH3 ആണ്. അപ്പൊ എങ്ങനെ എഴുതാം? ഫസ്റ്റ് CH3, അടുത്ത ആൾക്ക് CH2, അടുത്ത ആള് CH2, അടുത്ത ആള് വീണ്ടും CH2. ഇവിടെ താഴേക്ക് വരയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. അടുത്ത ലാസ്റ്റ് CH3. അപ്പോൾ 5 എണ്ണായില്ലേ. ഇനി അതിന്റെ തന്മാത്രാ സൂത്രം എഴുതുമ്പോൾ എത്ര കാർബൺ ആണ്? 5 കാർബൺ. C5 വന്ന്. ഇനി എത്ര ഹൈഡ്രജൻ ആണ്? 3 3 2 5 5 2 7 7 2 9 9 3 12. അപ്പോൾ H12 ആണ് ഇതിൻ്റെത്. ഇനി അടുത്ത കേസ് 6 ഹൈഡ്രജൻ ആവും, 6 കാർബൺ ആവും കേട്ടോ. അപ്പോൾ 1 2 3 4 5 6. ഇനി എല്ലാവർക്കും എന്ത് ചെയ്യാ? 1 2 3 ഇവിടെ 1 ഉണ്ട്. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 ഉണ്ട്. 2 3 4. അപ്പോൾ ഇങ്ങനെയുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യും? കണ്ടൻസ് ഫോമിൽ എഴുതാൻ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും മാത്രം CH3 വരും. ബാക്കി ഇടയിലുള്ളതൊക്കെ എന്താണ്? ബാക്കിയുള്ള 4 എണ്ണം ഈ 4 എണ്ണം CH2 വരെ. ഈ 2 ഹൈഡ്രജൻസേ ഉള്ളൂ. പക്ഷെ ആദ്യത്തെ ആൾക്ക് 3 എണ്ണം ഉണ്ട്, അവസാനത്തെ ആൾക്ക് 3 എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ആദ്യം CH3 എഴുതി. പിന്നൊക്കെ എന്താണ്? പിന്നെ 1 2 3 4 എണ്ണം CH2 ആണുള്ളത്. അപ്പോൾ CH2 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 പിന്നെ ലാസ്റ്റ് CH3 ആണ്. CH3. ഇനി നമുക്ക് ഇതിന്റെ തന്മാത്രാ സൂത്രം എഴുതി നോക്കാം. എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ. C6. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 3 2 5 5 2 7 7 2 9 9 2 11 11 3 14. H14. അപ്പൊ എങ്ങനെയാണ് തന്മാത്രാ സൂത്രവും എങ്ങനെയാണ് കണ്ടൻസ്ഡ് ഫോർമുലയും എഴുതാൻ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള ഇവിടെ നോക്കൂ, എല്ലാത്തിനും ഏകബന്ധനം മാത്രമേ ഉള്ളൂ. ഏകബന്ധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒരു ലൈൻ, ഓരോരുത്തർക്കും ഒരു ലൈൻ, 2 കൈ ഒരുമിച്ച് കൊടുക്കുമ്പോൾ ദ്വിബന്ധനമാവും. ഇവിടെ നോക്കൂ, എല്ലാവരും എല്ലാ കാർബൺസ് തമ്മിൽ എന്താണ്? ഒരു ലൈൻ, ഒരു കൈ കാർബണ് കൊടുത്തിട്ടുള്ളൂ അല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതെന്താണ്? ഏകബന്ധനാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഏകബന്ധനം മാത്രമുള്ള ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണുകളെ നമ്മൾ എന്താ വിളിക്കാനറിയോ? ആൽക്കെയിൻ എന്ന് വിളിക്കും.
അപ്പോൾ നമുക്ക് പറയാം കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനം മാത്രമുള്ള ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണുകളെ ആൽക്കെയിനുകൾ എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുക? ആൽക്കെയിൻ. അപ്പോ ഈ ആൽക്കെയിൻ എന്താ പ്രത്യേകത അറിയോ? ഇങ്ങനെയുള്ള ആൽക്കെയിനുകളാണ് നമ്മൾ പറയാ എന്താണ്? പൂരിത ഹൈഡ്രോ കാർബണുകൾ. അപ്പോൾ ഈ ആൽക്കെയിനുകൾ വരുന്നത്, അതായത് ഏകബന്ധനം വരുന്നത് ആൽക്കെയിനാണ്. അങ്ങനെയുള്ള ആൽക്കെയിനുകൾ നമ്മൾ പറയും അതെന്താണ്? പൂരിത ഹൈഡ്രോ കാർബണുകളാണ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആൽക്കെയിനുകൾ പറയാനുള്ളത് പൂരിത ഹൈഡ്രോ കാർബൺസ് ആണ്. അവിടെ എന്താ ഉണ്ടാവുക? ഏകബന്ധനാണ്. ഇതാണ് ഓർമ്മിച്ച് വെക്കുക. ആൽക്കെയിന് പൂരിതാണ്, ഏകബന്ധനാണ്. ഏകബന്ധനാണെങ്കിൽ അത് പൂരിതാവും, പൂരിതാണെങ്കിൽ ആൽക്കെയിനാവും. അങ്ങോട്ടും തിരിച്ചും മറിച്ച് നമുക്കാണ് മനസ്സിലാക്കി വെക്കാം. ഇനിയിപ്പോ നമ്മളിതാ നേരത്തെ ഈ പട്ടിക 8.2 ആണ്. ഈ പട്ടിക നമ്മൾ പേജ് നമ്പർ നമ്മൾ ചെയ്തില്ലേ? പേജ് നമ്പർ 156 ഇത്. അപ്പോൾ അവിടെ അതിന്റെ താഴെ 157 പേജ് നമ്പറിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഒരു കാർബൺ ആറ്റമുള്ള ആൽക്കെയിനിലെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം എത്ര? അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. നമുക്ക് ഇപ്പുറത്തേക്ക് ഒന്നും കൂടി എഴുതാം. ഒരു കാർബൺ ആകുമ്പോൾ അവിടുത്തെ ഹൈഡ്രജൻ എത്ര നോക്കാം? ഒരു കാർബൺ 1 2 3 4 ഒരു കാർബൺ. അപ്പോൾ കാർബണിന്റെ നമ്പർ 1 ആവുമ്പോൾ ഹൈഡ്രജൻ എത്രയായി? 4 ഉണ്ട് അല്ലേ? 1 2 3 4. ഇവിടെ ഹൈഡ്രജൻ എഴുതാത്തതുകൊണ്ട് കേട്ടോ ഉണ്ട്. ഇനി അടുത്തത് 2 കാർബൺ ആറ്റങ്ങളുള്ള ആൽക്കെയിനിലെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 2 കാർബൺ പറയുമ്പോൾ അതാ 2 കാർബൺ. അപ്പൊ അതാ 1 2 3 4 5 6. അപ്പോ കാർബൺ 2 ആവുമ്പോൾ ഹൈഡ്രജൻ എത്രയായി? ഹൈഡ്രജൻ ഇവിടെ 3 ഇവിടെ 3 അങ്ങനെ 6 ഹൈഡ്രജൻ ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അവിടെ 3 4 കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിലോ? അപ്പോൾ അത് 1 2 3 ആവുമ്പോൾ 3 കാർബൺ ആകുമ്പോൾ ഇവിടെ എത്ര ഹൈഡ്രജന്? 1 2 3 4 5 6 7 8. അപ്പോൾ കാർബൺ 3 ആവുമ്പോൾ ഹൈഡ്രജൻ 8 എണ്ണം ഉണ്ട്. ഇനി കാർബൺ 4 ആവുമ്പോഴോ? 1 2 3 4 കാർബൺ. അപ്പോൾ ഇനി ഹൈഡ്രജന് 1 2 3 4 5 6 7 8 9 10. അപ്പോൾ കാർബൺ 4 ആവുമ്പോൾ ഹൈഡ്രജൻ 10 ആണ്. അപ്പോൾ ഇതുകൾ ഇങ്ങനെ നോക്കാം. ഇനി നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിന്റെ ഇരട്ടിയോടൊപ്പം ഏത് സംഖ്യ കൂട്ടിയപ്പോഴാണ് ഇവയിൽ ഓരോന്നിലെയും ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം ലഭിച്ചത് എന്ന്. അതായത് ഇതിന്റെ കാർബണിന്റെ ഇരട്ടി എടുക്കുക. അതായത് ഇവിടെ കാർബൺ 1 സോറി കേട്ടോ. അപ്പൊ കാർബൺ 1 ആവുമ്പോൾ അതിന്റെ ഇരട്ടി 1ന്റെ ഇരട്ടി 2 ആണ് അല്ലെ? 2ലൂടെ എത്ര ആഡ് ചെയ്തപ്പോഴാണ് 4 കിട്ടിയത്? 2ലൂടെ 2 ആഡ് ചെയ്തപ്പോഴാണ് 4 കിട്ടിയത് അല്ലെ? അതുപോലെ ഇവിടുത്തെ കേസിൽ ഇവിടെ കാർബൺ 2 ആണ്. അപ്പൊ 2ന്റെ ഇരട്ടി പറഞ്ഞാൽ 4 ആണ്. ആ 4ലൂടെ 2 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ 6 കിട്ടിയത്. ഇവിടെ 3 ആണ്. 3ന്റെ ഇരട്ടി 6 ആണ്. 6ലൂടെ എത്ര ആഡ് ചെയ്യുമ്പോൾ 6 കിട്ടുക? 6ലൂടെ ഈ 2 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 8 കിട്ടിയത് അല്ലെ? ഈ 4ന്റെ ഇരട്ടി എത്രയാണ്? 4ന്റെ ഇരട്ടി 8 ആണ്. 8ലൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 10 കിട്ടുക? 8ലൂടെ 2 ആഡ് ചെയ്യുമ്പോഴാണ് 10 കിട്ടുക. അപ്പൊ നോക്കി ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഇവിടെ അതാ 2ലൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. അപ്പൊ ഇവിടെയൊക്കെ നോക്കുമ്പോൾ കാർബണിന്റെ നമ്പറിന്റെ ഇരട്ടീന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ ഹൈഡ്രജന്റെ എണ്ണം കിട്ടും. അപ്പൊ നമുക്ക് എത്രയും നമുക്ക് കാർബൺ നമ്മൾ n ആക്കി എടുത്തു. കാർബണിന്റെ എണ്ണം n ആക്കി എടുത്താൽ ഹൈഡ്രജന്റെ എണ്ണം എങ്ങനെയായിരിക്കും? n-ന്റെ ഇരട്ടി പറഞ്ഞാൽ 2n, അതിനോട് 2 ആഡ് ചെയ്യുക. അപ്പൊ 2n + 2 വരും. അപ്പൊ നമുക്ക് ഇതിന്റെ ജനറൽ ഫോർമുല ഉണ്ട്. അതായത് ആൽക്കീനുകളുടെ ഒരു പൊതുവാക്യം എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പൊ ആൽക്കീനുകളുടെ പൊതുവാക്യം എഴുതാന് കാർബൺ n ആണെങ്കിൽ ഹൈഡ്രജൻ H2n + 2 ആയിരിക്കും. കാർബണിന്റെ നമ്പർ n ആണെങ്കിൽ ഹൈഡ്രജൻ എത്രയാണ്? 2n + 2 ആയിരിക്കും. അപ്പൊ ഇത് ആലോചിച്ച് വെക്കാം. അപ്പൊ ഇതാണ് ആൽക്കെയിനിന്റെ പൊതുവാക്യം. ആൽക്കെയിനുകൾ പറഞ്ഞാൽ അത് പൂരിത ഹൈഡ്രോകാർബൺ ആണ്. പൂരിത ഹൈഡ്രോകാർബൺ എപ്പോഴും ഏകബന്ധനം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താണ് ആൽക്കെയിൻ, എന്താണ് പൂരിത ഹൈഡ്രോകാർബൺ എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് പൂരിതം കഴിഞ്ഞ് അതിന് ഓപ്പോസിറ്റില്ല അപൂരിത ഹൈഡ്രോകാർബണുകൾ എന്താ നോക്കാം. ഇപ്പൊ പൂരിത ഹൈഡ്രോകാർബണുകൾ നമ്മൾ പറഞ്ഞു അവിടെ ഏകബന്ധനം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഇനി ഏകബന്ധനം അല്ലാതെ നമുക്കറിയാം അവിടെ എന്തുണ്ടാവും. നമുക്കറിയാം എന്തിതാ ഇങ്ങനെ ദ്വിബന്ധനവും ത്രിബന്ധനമൊക്കെ ഉണ്ടാവണ ഇത്തരം സംയുക്തങ്ങൾ നമുക്ക് പറയാം. ഇത്ര ഹൈഡ്രോകാർബൺസ് നമുക്ക് പറയാം. ഇത് പൂരിതാണ്. ഇവിടെ നോക്ക് ഒരു ഇതാണ്, ഇവിടെ ഏകബന്ധനാണ്. പക്ഷെ ഇവിടെ നോക്ക് ദ്വിബന്ധനം, 2 ബോണ്ട് ഉണ്ട് അല്ലെ? ദ്വിബന്ധനാണ്. ഇവിടെ നോക്ക് 3 ആണ്. അപ്പൊ ഇവിടെ ത്രിബന്ധനാണ്. ഇങ്ങനെ ദ്വിബന്ധനവും ത്രിബന്ധനവും വരുന്ന ഹൈഡ്രോകാർബണുകൾ നമുക്ക് പറയാം അത് അപൂരിത ഹൈഡ്രോകാർബൺ ആണ്. ഇങ്ങനെ ഏകബന്ധനം എന്താ നമ്മൾ പഠിച്ചു? പൂരിത ഹൈഡ്രോകാർബൺ ആണ്. അപ്പൊ ഇനി അപൂരിതം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ദ്വിബന്ധനം വരും അല്ലെങ്കിൽ ത്രിബന്ധനം വരും. അപ്പൊ നമുക്ക് പറയാം കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദ്വിബന്ധനമോ ത്രിബന്ധനമോ ഉള്ള ഹൈഡ്രോകാർബണിനെ അപൂരിത ഹൈഡ്രോകാർബണുകൾ എന്ന് വിളിക്കുന്നു.
ഇനി അപ്പോൾ അപൂരിതം എന്താണ് പൂരിതം എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇതിന്റെ പൊതുവാക്യം, അപ്പോൾ പൂരിതത്തിന്റെ പൊതുവാക്യം CnH2n+2 നമുക്ക് കിട്ടി. ഇനി അപൂരിതത്തിന്റെ പൊതുവാക്യം എന്താ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, പേജ് നമ്പർ 158. അപ്പോൾ നമുക്ക് നോക്കാം. അപൂരിത ഹൈഡ്രോ കാർബണില് ഒരു കാർബണായിട്ട് ഉണ്ടാവില്ല. ഒരു കാർബണായിട്ട് എന്തുണ്ടാവില്ല, എപ്പോഴും പൂരിതത്തിൽ മാത്രമാണ് ഒരു കാർബൺ ഉണ്ടാവുള്ളൂ. അപൂരിതത്തിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും, 2 എണ്ണമാണ് ഏറ്റവും മിനിമം ഉണ്ടാവേണ്ടത്. 2 കാർബൺ ആകുമ്പോൾ ഉള്ളത് മിനിമം. അപ്പോൾ നമുക്ക് ആദ്യം 2 കാർബൺ ആകുമ്പോൾ ആദ്യം 2 കാർബൺ ആവിൻ്റെ കേസ് ഇട്ടോ. അപ്പോൾ അവിടുത്തെ ഹൈഡ്രോ കാർബണിന്റെ ഘടന, അപ്പോൾ 2 കാർബണാണ്, ദ്വിബന്ധനാണ് വിചാരിച്ചോ. അപ്പോൾ അതാ ദ്വിബന്ധനം, 2 കാർബൺ തമ്മിൽ എന്താണ് ഇതെന്താണ് ദ്വിബന്ധനാണ് അല്ലേ. അപ്പോൾ ഡബിൾ ബോണ്ട് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഇനി ഇതിന്റെ ഹൈഡ്രജൻ വരയ്ക്കണമെങ്കിൽ ഇപ്പോൾ 2 ആളെണ്ണം ഇങ്ങോട്ട് കൊടുത്ത്, ഇനി ഈ കാർബൺ എന്താണ് 2 എണ്ണം കൂടി ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ 2 എണ്ണം, ഈ കാർബൺ ഇവിടെ 2 എണ്ണം. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഇങ്ങനെ ഹൈഡ്രജൻ ഇടുക. ഇനി ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല, നേരത്തെ നമ്മൾ കണ്ടൻസ്ഡ് ഫോർമുലയും അതുപോലെ തന്മാത്രാ സൂത്രം എഴുതിയില്ലേ, കണ്ടൻസ്ഡ് ഫോർമുല തന്മാത്രാ സൂത്രം. അപ്പോൾ കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെ എഴുതാം, ഇവിടെ നോക്ക്, ആദ്യത്തെ കാർബൺ എടുത്തു, അതിൻ്റെ കൂടെ 2 ഹൈഡ്രജൻ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം CH2. ഇനി അടുത്ത കാർബണ് നമുക്ക് 2 ഹൈഡ്രജനാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടുത്തെ ബോണ്ട് എന്താണ്, ഇവിടുത്തെ ബന്ധനം എന്താണ്, ഡബിൾ ആണ്, ദ്വിബന്ധനാണ്. അപ്പോൾ ഇവിടെ ദ്വിബന്ധനം കാണിക്കുക, പിന്നെ ഒരു CH2. അപ്പോൾ ഇതാണ് ഇതിന്റെ കണ്ടൻസ് ഫോർമുല. ഇനി ഇതിന്റെ തന്മാത്രാ സൂത്രം എഴുതാന് ഇവിടെ എത്ര കാർബൺ ഉണ്ട്, 2 കാർബൺ ആണ്. എത്ര ഹൈഡ്രജൻ ആണ്, അപ്പോൾ ഇവിടെ 2, ഇവിടെ 2, 2 2 4 ഹൈഡ്രജൻ. അപ്പോൾ C2H4 വരും ഇയാളുടെ കേസിൽ. ഇനി അടുത്തത് 3 കാർബൺസ് ഉണ്ടാവുമ്പോൾ, 3 കാർബൺ ഉണ്ട്. അപ്പോൾ 3 കാർബൺ നമുക്ക് വരയ്ക്കാം. അപ്പോൾ എന്താ 1 2 3 കാർബൺ ഉണ്ട്. ഇനി ആദ്യത്തെ ആൾ തമ്മിൽ എന്താണ്, ഇവിടെ ഡബിൾ ബോണ്ടാണ്, മറ്റേത് ആദ്യത്തെ ദ്വിബന്ധനാണ്, ഇവിടെ ഏകബന്ധനം തന്നെയാണ്. ഇനി നമുക്ക് ഓരോരുത്തർക്ക് ഹൈഡ്രജൻ ഇട്ട് കൊടുക്കാം. ഫസ്റ്റത്തെ ആൾക്ക് 2 എണ്ണം ഇങ്ങോട്ട് പോയി അല്ലേ, 2 ആൾ പോയി. ഇനി ബാക്കി ഇത്ര ഉണ്ടാവുക, 2 എണ്ണം ഉണ്ടാവുള്ളൂ, 4 എണ്ണം ആണെങ്കിൽ. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ 2 എണ്ണമായി. ഈ നടുക്കത്തിരിക്കുന്ന ആൾക്ക് ഒരു കൈ ഈ കാർബണിന് കൊടുത്തു, 2 കൈ ഇങ്ങോട്ട് കൊടുത്തു. ഇനി ബാക്കി ഫ്രീ ആയിട്ടുള്ള ഒരു കൈയേ ഉള്ളൂ അല്ലേ, 4 എണ്ണല്ലേ ഉള്ളത്. അപ്പോൾ അതാ ആ കൈ ഇവിടെ വരച്ച്. ഇനി ഇവിടെ ഉള്ള ആൾക്ക് 1 ഇങ്ങോട്ടുള്ളൂ, ഇനി ബാക്കി 3 എണ്ണം ഉണ്ട്. അപ്പോൾ അതാ ഇങ്ങനെ വരച്ചു. ഇനി ഇവിടെയൊക്കെ എന്ത് ഇട്ട് കൊടുക്കാം, നമുക്ക് ഹൈഡ്രജൻ ചേട്ടനെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ കണ്ടൻസ് ഫോർമുല, ഫസ്റ്റത്തെ കാർബൺ എടുത്തു. ഫസ്റ്റിലെ കാർബൺ എത്ര ഇതുള്ളത്, എത്ര ഹൈഡ്രജൻ ഉണ്ട്, 2 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ CH2 എഴുതി. ഇനി ഇവിടെ എന്താണ്, ഡബിൾ ബോണ്ടാണ്. ആ ഡബിൾ ബോണ്ട് ദ്വിബന്ധനം ഇവിടെ കാണിച്ചു. അടുത്ത കാർബൺ നോക്ക്, ഒരു ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ അല്ലേ, ഒരു ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് എഴുതാം, CH എന്ന് മാത്രം എഴുതാം. ഇനി അടുത്ത 3ാമത്തെ കാർബണിന് 3 ഹൈഡ്രജൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്താണ്, ഇവിടെ ഏകബന്ധനാണ്, CH3 എഴുതാം. ഇനി അവിടുത്തെ തന്മാത്രാ സൂത്രം എഴുതാൻ എത്ര കാർബൺ ഉണ്ട്, 1 2 3 കാർബൺസ് ആണ്. അപ്പോൾ C3 എഴുതി. എത്ര ഹൈഡ്രജൻ ഉണ്ട്, 2 2 1 3 3 3 6. അപ്പോൾ H6 കിട്ടി. ഇനി അടുത്ത കേസ് അവിടെ 4 കാർബൺ ഉണ്ടാവുമ്പോൾ, 4 കാർബൺ ഉണ്ടാകുമ്പോഴത്തെ കേസ് നമുക്ക് നോക്കാം. അപ്പോൾ 1 2 3 4. ആദ്യത്തെ ആൾക്ക് നമുക്ക് ദ്വിബന്ധനം വരച്ചു കൊടുക്കാം, ബാക്കിയൊക്കെ നമുക്ക് ഏകബന്ധനാണ്. ഇനി നമുക്ക് ഇവിടെ 2 എണ്ണം കഴിഞ്ഞു ഈ കാർബണിന്റെ, ബാക്കി 2 എണ്ണം കൂടി ഉണ്ട്. ഇവിടെ 1 2 3 എണ്ണം കഴിഞ്ഞു, ബാക്കി 1 കൂടിയേ ഉള്ളൂ. ഈ കാർബണിന് 2 എണ്ണം കഴിഞ്ഞു, ബാക്കി 3 4 ഉണ്ട്. ഇവിടെ 3 ഇങ്ങനെ വരും. ഇനി ഇവിടെയൊക്കെ ഹൈഡ്രജനെ വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ കണ്ടൻസ് ഫോർമുല എഴുതാം. ഫസ്റ്റ് എന്താണ്, ഫസ്റ്റ് കാർബൺ ഇവിടെ 2 ഹൈഡ്രജൻ, അപ്പോൾ CH2. പിന്നെ ഇവിടെ ദ്വിബന്ധനാണ്, ദ്വിബന്ധനം കാണിച്ചു. ഇനി കാർബണിന്റെ കൂടെ 1 ഹൈഡ്രജൻ, അപ്പോൾ CH എഴുതി. അടുത്ത കാർബണിന്റെ കൂടെ 2 ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ അവിടെ CH2 വന്നു. അടുത്ത കാർബണിന്റെ കൂടെ 3 ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ അവിടെ എന്ത് വന്നു, CH3 വന്നു. ഇനി നമുക്ക് ഇതിന്റെ തന്മാത്രാ സൂത്രം എഴുതാം. എത്ര കാർബൺ ഉണ്ട്, 4 കാർബൺ, C4. ഇനി എത്ര ഹൈഡ്രജൻ ഉണ്ട് നോക്കാം, 2 2 1 3 3 2 5 5 3 8. H8 വന്ന്. ഓക്കെ. ഇനി അടുത്ത കേസ് നമുക്ക് ഇപ്പൊ നമ്മൾ 4 കാർബണിൽ എഴുതി, ഇനി 5 കാർബണിൽ എഴുതാം. അപ്പോൾ നമുക്ക് 1 2 3 4 5 കാർബൺ നമ്മൾ നേരത്തെ ഇങ്ങനെ വരച്ചു കൊടുത്ത്, ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഫസ്റ്റത്തെ ആൾക്ക് മാത്രം ദ്വിബന്ധനം വരയ്ക്കാം, ബാക്കിയുള്ള ആൾക്കൊക്കെ എന്താണ് ഏകബന്ധനം. ഇനി നമുക്ക് ഫസ്റ്റത്തെ ആൾക്ക് 2 കൈ കൊടുത്തു, ഇനി ബാക്കി 2 എണ്ണം കൂടി ഉണ്ട്. ഇയാൾക്ക് 1 2 3 കൊടുത്തു, ഇനി 1 കൂടി ഉള്ളൂ. ഇനി ഇയാൾക്കൊക്കെ 2 എണ്ണം ഉള്ളൂ, അപ്പോൾ 2 എണ്ണം കൂടി വരച്ചെടുക്കുക. ഇയാൾക്ക് 2 എണ്ണം ഉള്ളൂ, അപ്പോൾ 2 എണ്ണം വരച്ചെടുത്തു. ഇയാൾക്ക് ആകെ 1 ഉള്ളൂ, അപ്പോൾ 3 എണ്ണം വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിന്റെ കണ്ടൻസ് ഫോർമുല എഴുതണം. ഫസ്റ്റ് കാർബണിന്റെ കൂടെ 2 ഹൈഡ്രജൻ, അപ്പോൾ CH2.
പിന്നെ ഇവിടെ ഡബിൾ ബോണ്ടാണ്, ദ്വിബന്ധനാണ് കാണിച്ച്. അടുത്ത കാർബണിൻ്റെ കൂടെ ഒരു ഹൈഡ്രജൻ ആണ്, അപ്പോൾ CH. അടുത്ത കാർബണിൻ്റെ കൂടെ 2 ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ CH2. അടുത്ത കാർബണിൻ്റെ കൂടെയും 2 ഹൈഡ്രജൻ ആണ്, അവിടെ ഞാൻ താഴെ എഴുതണത് ശരിക്കും നേരത്തെ നിങ്ങൾ ഇങ്ങനെ എഴുതണം, അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് CH2. അടുത്ത അപ്പോൾ എത്രയും 3 എണ്ണമായി, ശരിക്കും നമുക്ക് എത്രയാണ് 5 എണ്ണം. അടുത്ത ആളുടെ കൂടെ 3 എണ്ണമാണ്, അപ്പോൾ CH3. ഇനി നമുക്ക് അതിൻ്റെ തന്മാത്ര സൂത്രം എഴുതുമ്പോൾ C5 5 കാർബൺ ഉണ്ട്, അതിൻ്റെ കൂടെ എത്ര ഹൈഡ്രജൻസ് ഉണ്ട്? 2 1 3 3 2 5 5 2 7 7 3 10, അപ്പോൾ H10 കിട്ടി. ഇനി ലാസ്റ്റ് നമുക്ക് 6 എല്ലാം കൂടി എഴുതാം. 6 കാർബൺ, അപ്പോൾ 1 ഒരു ഡബിൾ ബോണ്ട് ഇട്ടു, അപ്പോൾ 1 കാർബണായി, 2 3 4 5 6 കാർബൺസ് ആയി. ഇനി ഇയാൾക്ക് നോക്കി ഇതേപോലെ തന്നെ സെയിം തന്നെ, ഇവിടെ 2 കൈ ഇങ്ങോട്ട് കൊടുത്തു, ബാക്കി 2 എണ്ണം ഉണ്ട്. ഇവിടെ 3 എണ്ണം കൊടുത്തിട്ട് 1 ആണ്, ഇവിടെ 2 എണ്ണം കൊടുത്തു 3 4, ഇവിടെ 2 എണ്ണം 3 4, ഇവിടെ 2 എണ്ണം 3 4, ഇവിടെ 1 ഇപ്പോൾ 2 3 4. ഇനി അപ്പോൾ നമുക്കിതിൻ്റെ കണ്ടൻസർ ഫോമിൽ എഴുതുമ്പോൾ ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഹൈഡ്രജൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ 6 ആദ്യം നമുക്ക് കണ്ടൻസർ ഫോമിൽ എഴുതണം. അപ്പോൾ എന്താണ്? ഒരു കാർബൺ 2 ഹൈഡ്രജൻ. അപ്പോൾ നമുക്ക് ഇവിടെ താഴെ എഴുതണം കേട്ടോ. അപ്പോൾ CH2 എഴുതാം. പിന്നെ ഡബിൾ ബോണ്ട് ആണ്, ഡബിൾ ബോണ്ട് കാണിച്ചു. പിന്നെ ഇവിടെ ഈ കാർബൺ ഒരു ഹൈഡ്രജനേ ഉള്ളൂ, അപ്പോൾ CH. ബാക്കി ഈ 3 ആൾക്കും എത്ര ഉണ്ട്? 2 2 2 ഹൈഡ്രജൻ വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ CH2 ബാക്കി ലാസ്റ്റ് ആൾക്ക് എത്ര ഉണ്ട്? 3 എണ്ണം ഉണ്ട്, അപ്പോൾ CH3. ഇതിൻ്റെ തന്മാത്രാ സൂത്രം എഴുതുമ്പോൾ 6 കാർബൺ ആണ്, ഹൈഡ്രജൻ എത്രയാണ്? 2 1 3 3 2 5 5 2 7 7 2 9 9 3 12, C6H12 കിട്ടി. ഓക്കെ, ഇത് പട്ടിക 8.3 പട്ടിക 8.3ലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി അതിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ മുമ്പ് ഇങ്ങനെ ഏതെങ്കിലും 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒരു ദ്വിബന്ധനമെങ്കിലും ഉള്ള ഹൈഡ്രോ കാർബണുകൾ നമ്മൾ എന്ത് വിളിക്കുക? നേരത്തെ നമ്മൾ ഏകബന്ധനാണ് ആൽക്കെയിൻ എന്ന് വിളിച്ചതെന്ന് പറഞ്ഞു. നമ്മൾ ഏകബന്ധനാണെങ്കിൽ ആൽക്കെയിൻ, ഇവിടെ ദ്വിബന്ധനാണ് നമ്മൾ വിളിക്കുന്നത് പേരാണ് ആൽക്കീൻ. ഏതെങ്കിലും 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒരു ദ്വിബന്ധനമെങ്കിലും ഉള്ള ഹൈഡ്രോ കാർബണുകളെ ആൽക്കീനുകൾ എന്ന് വിളിക്കുന്നു. നേരത്തെ എന്താണ്? ഏകബന്ധനമാണെങ്കിൽ ആൽക്കീനുകളാണ് നമ്മൾ പറഞ്ഞു. ഇവിടെ ദ്വിബന്ധനമാണെങ്കിൽ നമ്മൾ ഇവിടെ ആൽക്കീനുകൾ എന്ന് പറയും. ഇനിയും അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പേജ് നമ്പർ 158 എന്താണ്? ആ പട്ടിക നമ്മളിപ്പോൾ എഴുതിയത് നോക്കിയിട്ട് ചെയ്യാനാണ്. ആൽക്കീനുകൾ കാർബൺ ആറ്റങ്ങളുടെ എണ്ണവും ആൽക്കീനുകളിൽ കാർബൺ ആറ്റങ്ങളുടെ എണ്ണവും ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം എന്തെന്നാണ്. അപ്പോൾ ദാ ഇവിടെ കാർബൺ 2 ആയപ്പോൾ ഹൈഡ്രജൻ 4 ആയി. ഇവിടെ കാർബൺ 3 ആയപ്പോൾ ഹൈഡ്രജൻ 6 ആയി. ഇവിടെ കാർബൺ 4 ആയപ്പോൾ ഹൈഡ്രജൻ 8 ആയി. എന്താണ്? ഇതിന്റെ ഇരട്ടിയല്ലേ ഇത്? 2ന്റെ ഇരട്ടി 4, 3ന്റെ ഇരട്ടി 6, 4ന്റെ ഇരട്ടി 8, 5ന്റെ ഇരട്ടി 10, 6ന്റെ ഇരട്ടി 12, ഇങ്ങനെ ഇരട്ടിയല്ലേ വരണത്? യെസ്. അപ്പോൾ നേരത്തെ ആൽക്കീന്റെ കേസിൽ ഇരട്ടീന്റെ കൂടെ 2 ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ഹൈഡ്രജന്റെ എണ്ണം കിട്ടിയത്. ഇവിടെ കാർബൺ അപ്പോൾ ഇവിടെ നമുക്ക് പറയാം, ഇവിടെ എന്താണ് അവർ തമ്മിലുള്ള ബന്ധമുണ്ട്, അത് ഇരട്ടിയാണെന്ന് എഴുതാം. അവിടെ കാർബണിന്റെ ഇരട്ടിയാണ് ഹൈഡ്രജന്റെ എണ്ണം എന്ന് എഴുതാം. ഒരു ആൽക്കീനിൽ N കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ എത്ര ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം, N ആണെങ്കിൽ Nന്റെ ഇരട്ടി എത്രയാണ്? 2N ആണ് അല്ലേ. അപ്പോൾ കാർബൺ N ആണെങ്കിൽ ഹൈഡ്രജൻ എത്രയായിരിക്കും? 2N ഉണ്ടായിരിക്കും. കാർബൺ N ആണെങ്കിൽ ഹൈഡ്രജൻ 2N. അപ്പോൾ നമുക്ക് അതിന്റെ പൊതുവാക്യം എങ്ങനെ എഴുതാം? പൊതുവാക്യം എഴുതുമ്പോൾ നമുക്ക് ഇതാ CN, കാർബൺ N ആണെങ്കിൽ H എത്ര ഉണ്ടാവും? 2N ഉണ്ടായിരിക്കും. ഇതാണ് നമ്മൾ ആൽക്കീനിന്റെ പൊതുവാക്യം. നേരത്തെ ആൽക്കീനിന്റെ പൊതുവാക്യം നമ്മൾ പറഞ്ഞു CnH2n+2 ആയിരുന്നു. അത് ഇനി ഇവിടെ എന്തായി? ഇവിടെ CnH2n മാത്രമായി. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതാണ്, ഇപ്പം നമ്മൾ ഏകബന്ധനം കഴിഞ്ഞു, ദ്വിബന്ധനം കഴിഞ്ഞു. ഇനി അടുത്ത ആളാരാണ്? ത്രിബന്ധനം. അപ്പോൾ അതിൽ പേജ് നമ്പർ അടുത്ത പേജ് 159 പട്ടിക 8.4 തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് നോക്കാം. ആൽക്കീന് മാത്രമല്ല ഒരു കാർബണുള്ള ഒരു സംയുക്തം ഉണ്ടാവുള്ളൂ, ഹൈഡ്രോകാർബൺ ഉണ്ടാവുള്ളൂ. ആൽക്കീൻ ആണെങ്കിലും 3 കാർബൺ ആവും. ഇവിടെ ത്രിബന്ധനാവും. എന്ത് പറയുന്ന അറിയോ? അതുകൊണ്ട് പറഞ്ഞിട്ട് നമുക്ക് പട്ടിക നോക്കാം. ത്രിബന്ധനാണെങ്കിൽ 2 കാർബൺ ആറ്റങ്ങൾക്കുള്ള ഒരു ത്രിബന്ധനം വന്നാൽ നമ്മൾ അതിനെ ആൽക്കൈനുകൾ എന്ന് പറയും. ആൽക്കൈൻ. അപ്പോൾ ഏതെങ്കിലും 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഒരു ത്രിബന്ധനമെങ്കിലും ഉള്ള ഹൈഡ്രോകാർബണുകളെ ആൽക്കൈൻ, ദ്വിബന്ധനാണെങ്കിൽ ആൽക്കീൻ, നമ്മളെ ഏകബന്ധന ആൽക്കീൻ. ഒരു വീട്ടിലെ 3 മക്കളാണ്.
മൂന്ന് മക്കൾ നമ്മൾ 3 പേർക്കും നമ്മൾ ഒരച്ഛൻ്റെ അമ്മേൻ്റെ മക്കൾക്ക് എന്താ പറയുക സെയിം മാച്ച് ആയിട്ടുള്ള പേരിടല്ലേ. അതേപോലെ ഹൈഡ്രോ കാർബണിന്റെ 3 മക്കളാണ്. മൂത്ത കുട്ടി ആൽക്കീൻ, അവിടെ ഏകബന്ധനം. രണ്ടാമത്തെ കുട്ടി ദ്വിബന്ധനം ആൽക്കീൻ. മൂന്നാമത്തേത് ആൽക്കൈൻ ത്രിബന്ധനം. അങ്ങനെയൊക്കെ ഓർമ്മിച്ച് വയ്ക്കാം നമുക്ക്. ഇനി നമുക്ക് പട്ടിക 8.4 നോക്കാം. അപ്പൊ ആദ്യത്തെ കേസിൽ ഇവിടെ ഹൈഡ്രോ കാർബണിന്റെ ഘടന അത് 2 കാർബണിന്റെ കേസിലാണ് പറയുന്നത് കേട്ടോ. 2 കാർബൺ ആവുമ്പോൾ 2 കാർബൺസ് മാത്രം ആവുമ്പോൾ എങ്ങനെ ഹൈഡ്രോ കാർബണിന്റെ ഇതാ 2 കാർബൺ അവർ തമ്മിൽ ത്രിബന്ധനാണ്. ഇതാ അപ്പോൾ 3 കൈ ഇങ്ങോട്ട് കൊടുത്തു. ഈ കാർബൺ 3 കൈ 2 പേര് 3 കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, ബാക്കി ഫ്രീ ആയിട്ട് അത്രയേ ഉള്ളൂ. 3 എണ്ണം അവർ എൻഗേജ് ആണ്. 3 കൈ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ടുണ്ട്. ഇനി ബാക്കി ആകെ 4 ഉള്ളൂ. ബാക്കി ഒന്നും കൂടി ഉള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ 1 ഇവിടെ 1, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെയും ഒരു ഹൈഡ്രജൻ. അപ്പോൾ ഇവിടുത്തെ കണ്ടൻസ്ഡ് ഫോർമുല തന്മാത്രാ സൂത്രം. കണ്ടൻസ് ഫോർമുല എങ്ങനെ വരിക? ഇവിടെ ഒരു കാർബണ്, അതിൻ്റെ കൂടെ ഒരു ഹൈഡ്രജൻ CH. ഇനി ഇവിടെ 3 ഉണ്ട്. ഇവിടെ ത്രിബന്ധനാണ്, ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയും. പിന്നെ ഇവിടെ ഒരു കാർബൺ ഒരു ഹൈഡ്രജൻ, അപ്പോൾ CH. അപ്പോൾ CH ട്രിപ്പിൾ ബോണ്ട് CH. ഇനി ഇതിന്റെ തന്മാത്രാ സൂത്രം എങ്ങനെ വരിക? എത്ര കാർബൺ ആണ്? 2 കാർബൺ C2. എത്ര ഹൈഡ്രജൻ ആണ്? 2 ഹൈഡ്രജൻ. C2H2 വരും. മനസ്സിലായോ? ഇനി അടുത്തത് 3 കാർബൺ ആവുമ്പോൾ 3 കാർബൺ ആയി. അപ്പോൾ 1 2 3. ഫസ്റ്റത്തെ ആൾ തമ്മിൽ എന്താണ്? ട്രിപ്പിൾ ബോണ്ടാണ്. അടുത്ത ആൾ ഏകബന്ധനം. ഇവിടെ ത്രിബന്ധനം, അടുത്ത ആള് ഏകബന്ധനം. ഇനി ഈ കാർബൺ ഫസ്റ്റ് കാർബൺ എടുക്കുമ്പോൾ 3 എണ്ണം ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫ്രീ ആയിട്ട് എത്രയേ ഉള്ളൂ? ആകെ 1 ഉള്ളൂ. അത് ഇങ്ങോട്ട് വരച്ച് ഇങ്ങോട്ട് വേണം, ഇങ്ങോട്ട് വരം വരയ്ക്കാട്ടോ. ഇനി ഈ കാർബണിന്റെ കേസ് നോക്ക്. 3 എണ്ണം ഇങ്ങോട്ട് കൊടുത്തു, 3 കൈ ഇങ്ങോട്ട് കൊടുത്തു, ഒരു കൈ ഇങ്ങോട്ട് കൊടുത്തു. ഫ്രീ ആയിട്ട് 4 എണ്ണം ബിസി ആയില്ലേ. 4 എണ്ണത്തിന് ഓരോരുത്തർ വന്ന് പിടിച്ചിട്ടുണ്ട് 4 കൈയിലും. ഇനി ഉണ്ടോ? ഇനി ഹൈഡ്രജന് കൊടുക്കാനുണ്ടോ? ഇല്ല. ഈ കാർബണിന്റെ കേസിന് ആർക്കും ഇല്ല. പക്ഷെ ഇയാൾക്ക് നോക്ക്, ഇയാൾക്ക് ഒരു കൈ ഇങ്ങോട്ടേ കൊടുത്തിട്ടു, ബാക്കി 3 എണ്ണം ഫ്രീ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഇങ്ങനെ ഹൈഡ്രജൻ വരും. ഇനി ഇവിടുത്തെ കണ്ടൻസ് ഫോമിൽ വരുമ്പോൾ ഫസ്റ്റ് ആള് ഒരു കാർബൺ ഒരു ഹൈഡ്രജൻ, അപ്പൊ CH അതുപോലെ എഴുതി. ഇനി ഇവിടെ ത്രിബന്ധനം 3 ലൈൻ കാണിച്ചു. ഇനി ഇവിടെ ഒരു C മാത്രമുള്ള H ഇല്ല അല്ലേ. അപ്പൊ നമ്മൾ C മാത്രം എഴുതി. ഇനി ഇവിടെ ഏകബന്ധനം കാണിച്ചു, പിന്നെ C 3 ഹൈഡ്രജൻ, അപ്പോൾ CH3. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇതിന്റെ തന്മാത്രാ സൂത്രം എഴുതി വെക്കാം. എത്ര കാർബൺ ആണ്? 3 കാർബൺ. എത്ര ഹൈഡ്രജൻ ആണ്? 1. പിന്നെ ഇവിടെ ഇല്ല അല്ലേ. അപ്പോൾ 1 3 4. CH4 C3H4 വന്നു. ഇനി അടുത്തത് 4 കാർബൺ ആകുമ്പോൾ 1 2 3 4. ഫസ്റ്റത്തെ ആള് എന്താണ്? ട്രിപ്പിൾ ബോണ്ട്. അടുത്ത ആളൊക്കെ ഏകബന്ധനം, ഇവിടെ ത്രിബന്ധനം. അപ്പൊ ഇയാളുടെ കേസിൽ 3 എണ്ണം കൊണ്ട് കൊടുത്തു, ബാക്കി ഇവിടെ ഒരു ഹൈഡ്രജന്റെ ഒരു സ്പേസ് ഉണ്ട്. രണ്ടാമത്തെ കേസിൽ നോക്ക്, 3 എണ്ണം ഇവിടേക്കും കൊടുത്തു, 1 ഇവിടേക്കും കൊടുത്തു. ഹൈഡ്രജന് കൊടുക്കാൻ കഴിയില്ല. ഇവിടെ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്, ബാക്കി ഇവിടെ 2 എണ്ണം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ 1 ആണ്. അപ്പോൾ 1 2 3 3 ഹൈഡ്രജനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ നമ്മൾ കണ്ടൻസ് ഫോമിൽ എഴുതുമ്പോൾ ആദ്യത്തെ ആൾക്ക് ഒരു കാർബൺ ഒരു ഹൈഡ്രജൻ CH എഴുതി. അടുത്ത ആൾക്ക് ഒരു ഹൈഡ്രജനും ഇല്ല, കാർബൺ മാത്രം. അപ്പോൾ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഒരു കാർബൺ. ഇനി അടുത്ത ആൾക്ക് ഏകബന്ധനം 2 ഹൈഡ്രജൻ CH2. അടുത്ത ആൾക്ക് 3 കാർബൺ ഒരു കാർബൺ 3 ഹൈഡ്രജൻ. ഇനി അതുപോലെ തന്മാത്രാ സൂത്രം എഴുതുമ്പോൾ എത്ര കാർബൺ ആണ്? 4 കാർബൺ. ഇനി എത്ര ഹൈഡ്രജൻ ആണ്? 1 1 2 3 3 3 6. ഓക്കെ. ഇനി അവിടെ ഇപ്പോൾ 4 കാർബൺ ആയി. ഇനി 5 കാർബൺ ആവുമ്പോൾ 1 2 3 4 5. ഫസ്റ്റത്തെ ആള് ട്രിപ്പിൾ ബോണ്ട്. ഇവിടെ 1 കൊടുക്കുക, ഇവിടേക്ക് ഒന്നുമില്ല. ഇവിടെ 4 എണ്ണം കംപ്ലീറ്റ് ആയി. ഇയാളുടെ 2 എണ്ണേ ഉള്ളൂ, അപ്പോൾ ബാക്കി 2 എണ്ണം ഉണ്ട്. ഇയാൾക്ക് 2 എണ്ണം, ബാക്കി 2 ഉണ്ട്. ഇയാൾക്ക് 1 ഉള്ളൂ, അപ്പോൾ ബാക്കി 3 എണ്ണം ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ എന്ത് ഇടാം? ഹൈഡ്രജൻ ചേട്ടന് 8 കൊടുക്കാം. ഇനി നമുക്ക് കണ്ടൻസ് ഫോമിൽ എഴുതുമ്പോൾ ആദ്യം CH അതുപോലെ എഴുതി, ത്രിബന്ധനം. പിന്നെ C മാത്രം ഇരിക്കണം, അതിനെഴുതി. പിന്നത്തെ 2 എണ്ണം CH2 ആണ്. CH2. അടുത്ത ആളെന്താണ്? CH3 ആണ്. അപ്പോൾ ഇവിടുത്തെ എന്താ പറയുക, തന്മാത്രാ സൂത്രം എത്രയാണ്? എത്ര കാർബൺ ആണ്? 5 കാർബൺ ആണ്. ഇനി 5 കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 1 3 1 2 3 3 2 5 5 3 8. ഇനി അർത്ഥം കൂടി ഉണ്ട് 6. നിങ്ങൾ 6 കാർബൺ ഉള്ളത് നിങ്ങൾ അതിൽ തന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും കാര്യം മനസ്സിലായി. നിങ്ങൾക്ക് 6 7 8 എത്ര വേണമെങ്കിലും എന്ത് വേണം നമുക്ക് ഇങ്ങനത്തെ എഴുതാൻ പറ്റും. ഏത് കാർബണുള്ളത് നമുക്ക് ഇതേപോലെ കണ്ടൻസ്ഡ് ഫോമുലയും അതുപോലെ തന്നെ തന്മാത്രാ സൂത്രം എഴുതാൻ കഴിയുന്നതാണ് എനിക്ക് തോന്നുന്നത്. എഴുതാൻ കഴിയില്ലേ? അപ്പോൾ ഇനി ഇവിടെ നോക്കാം. അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്.
പേജ് നമ്പർ 159 തന്നെ എന്താണ് ഇവയിൽ കാർബൺ ആറ്റത്തിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയാണോ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം? നോക്ക്, കാർബണിന്റെ ഇവിടെ കാർബണും ഹൈഡ്രജൻ സെയിം. ഇവിടെ കാർബൺ 3 ആകുമ്പോൾ ഹൈഡ്രജൻ 4, ഇവിടെ കാർബൺ 4 ആയപ്പോൾ ഹൈഡ്രജൻ 6, ഇവിടെ കാർബൺ 5 ആയപ്പോൾ ഹൈഡ്രജൻ. ഇരട്ടിയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ആവില്ലല്ലോ, നമ്മൾ നേരത്തെ പോലെ ആൽക്കീന്റെ പോലെ അല്ലേ വരേണ്ടത്, ഇവിടെ ഇരട്ടിയല്ല എന്ന് മനസ്സിലായി അല്ലേ? ഇനി കാർബൺ ആറ്റത്തിന്റെ എണ്ണത്തിന്റെ ഇരട്ടിയിൽ നിന്നും ഏത് സംഖ്യ കുറച്ചപ്പോഴാണ് ഇവയിൽ ഓരോന്നിലെയും ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം ലഭിച്ചത് എന്നാ ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ ഇവിടെ നോക്ക്, ഇവിടെ കാർബൺ 2, കാർബണിന്റെ ഇരട്ടി എത്രയാണ്? 4 ആണ്. 4ൽ നിന്നും എത്ര കുറച്ചാലാ 2 കിട്ടുക? 2 കുറച്ചപ്പോൾ ഈ 2 കിട്ടി അല്ലേ? അപ്പോൾ ഇനി ഇവിടുത്തെ ഇത് 3, 3ന്റെ ഇരട്ടി എത്രയാണ്? 6, 6ൽ നിന്നും എത്ര കുറച്ചാലാ 4 കിട്ടുക? 2 കുറച്ചപ്പോൾ 4 കിട്ടി അല്ലേ? ഇനി ഇവിടെ കാർബണിന്റെ 4, 4ന്റെ ഇരട്ടി 8, 8ൽ നിന്നും ഏത് നമ്പർ കുറച്ചാലാ 6 കിട്ടുക? 2. ഇവിടെ 5ന്റെ ഇരട്ടി 10, 10ൽ നിന്ന് ഏത് കുറച്ചാലാ 8 കിട്ടുക? 2. അപ്പൊ നോക്കി, ഇരട്ടിയിൽ നിന്നും 2 കുറയ്ക്കുമ്പോഴാണ് കാർബണിന്റെ നമ്പറിന്റെ ഇരട്ടിയിൽ നിന്നും 2 കുറയ്ക്കുമ്പോൾ ഹൈഡ്രജന്റെ എണ്ണം കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പൊ ഒരു ആൽക്കെയിനിൽ n കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ എത്ര ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? 2n+2 ആണോ, 2n ആണോ, 2n-2 ആണോ? നമുക്ക് പറയാം, ഇവിടെ മൈനസ് അല്ലേ ചെയ്യുന്നത്, അപ്പൊ 2n-2 ആണ് അല്ലേ? അപ്പൊ നമുക്ക് അതിന്റെ ആൽക്കൈന്റെ പൊതുവാക്യം ഒന്ന് എഴുതി നോക്കാം. കാർബണിന്റെ എണ്ണം n ആവുമ്പോ ഹൈഡ്രജന്റെ എണ്ണം ഇരട്ടിയിൽ നിന്നും 2 മൈനസ് ചെയ്യാം അല്ലെ? അപ്പൊ നമുക്ക് ഇതിന്റെ പൊതുവാക്യം എങ്ങനെ എഴുതാം? CnH2n-2. ഓക്കെ, അപ്പൊ നമുക്ക് 3 പൊതുവാക്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഒന്ന് ഇത്, ഒന്ന് CnH2n, ഒന്ന് CnH2n+2. ഈ 3 ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കണം. പക്ഷെ അപ്പോൾ ഈസി അല്ലേ, സിമ്പിൾ അല്ലേ, നിങ്ങൾക്ക് തന്നെ താനേ ഉണ്ടാക്കാൻ പറ്റും. അഥവാ ഡൗട്ട് ഇത് നിങ്ങൾ 2 ഇത് വരച്ച് നോക്കിയിട്ട് എത്രയാണ് അവിടെ എത്ര കാർബൺ എത്ര ഹൈഡ്രജൻ നോക്കി നിങ്ങൾക്ക് തന്നെ ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഒന്നാണ് ആദ്യം CnH2n, ഇതെന്താണ് ആൽക്കീൻ, ആൽക്കൈൻ 3 മക്കളുടെ പേരുകളാണ്, അവരുടെ ഷോർട്ട് ഫോം ആണ് ഇത് കേട്ടോ, പൊതുവാക്യം. അപ്പോൾ അടുത്ത അതിൻ്റെ അടിയിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ക്ലാസ് കുറേ ആയല്ലോ. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് പോണേ. ഓക്കെ, ബൈ.